റിപ്പോർട്ടർ ടിവിയും നമ്മുടെ ഇടുക്കിയിൽ ഞങ്ങൾ എല്ലാ ജില്ലയിലും ക്ലബ് ഓണം ഓരോ ക്ലബ്ബുകളുമായി ചേർന്ന് ഓണാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. നല്ല സമ്മാനമുണ്ട്. അപ്പൊ ഇടുക്കിയിൽ കിഴക്കേ മാട്ടുകെട്ട ജനകീയ കൂട്ടായ്മയായിട്ട് ഒരു ഓണാഘോഷം ഞങ്ങൾ സംഘടിപ്പിച്ചു. അവിടുത്തെ പ്രധാനപ്പെട്ട മത്സരം എന്താണെന്ന് അറിയാമോ? 180 കിലോ ഭാരമുള്ള തടി ചുമക്കണം. അതാണ് അങ്ങനെയില്ല. ആർക്ക് വേണമെങ്കിലും വിഷ്വല് കണ്ടോ? ഡേ നമ്മള് അടിപൊളിയായിട്ട് അവര് ചുമന്നുകൊണ്ട് പോകണം. ഏറ്റവും കൂടുതൽ അത് നടക്കുന്ന ആളാണ് വിജയ്. എന്റെ അമ്മേ, ചിന്തിക്കാൻ പോലും വയ്യ എനിക്ക്. അപ്പൊ രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, എന്തായി മത്സരം? എവിടം വരെയായി? ഇത്രയും ഭാരം ചുമന്നുകൊണ്ട് നടക്കണം. വ്യത്യസ്തമായൊരു മത്സരമാണ്. സാധാരണ ഞാൻ വിചാരിച്ചു ഒരു സ്പൂൺ റൈസ് പോലെയുള്ള കസേര കളി പോലെയുള്ള ചെറിയ ഐറ്റം ആയിരിക്കുന്നു. ഇതൊരു ഗംഭീര ഐറ്റാണ്. രാഹുൽ, എന്തായി മത്സരം? വിനീത, വലിയ ആവേശത്തോടു കൂടി തടി ചുമട് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുള്ളത് പടുക എന്ന സ്ഥലത്താണ്. കിഴക്കേ മാട്ടുകെട്ട ജനകീയ കൂട്ടായ്മയും റിപ്പോർട്ടർ ടിവിയും സംയുക്തമായി നടത്തുന്ന ഓണ ആഘോഷം ഊഞ്ഞാൽ 2026 വലിയ ആവേശത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത ഇടുക്കി ജില്ലയിൽ നടക്കുന്ന തടി ചുമട് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. ഇത് 180 കിലോ തൂക്കമുള്ള ഒരു തടിയാണ്. ഈ തടി തോളിൽ കയറ്റിയ ശേഷം ഏറ്റവും കൂടുതൽ നടന്നു പോകുന്ന ആൾക്കായിരിക്കും ഒന്നാം സമ്മാനം നൽകുന്നത്. ആകർഷകമായിട്ടുള്ള 3 സമ്മാനങ്ങളുണ്ട്. ഒന്നാം സമ്മാനം നേടുന്ന ആൾക്ക് 5001 രൂപയും, രണ്ടാം സമ്മാനം നേടുന്ന ആൾക്ക് 2501 രൂപയും, മൂന്നാം സമ്മാനം നേടുന്ന ആൾക്ക് 1501 രൂപയും ആയിരിക്കും സമ്മാനമായി നൽകുന്നത്. നിലവിൽ 3 പേർ മത്സരിച്ചിട്ടുണ്ട്. 200 മീറ്റർ ആണ് പരമാവധി ദൂരം. ഈ 200 മീറ്റർ നിലവിൽ മത്സരിച്ച 3 പേർക്കും പൂർത്തിയാക്കാനായില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കായികാധ്വാനം, അതായത് റിസ്കി കോമ്പറ്റീഷൻ തന്നെയാണ് വിനീത ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തടി ചുമട് മത്സരം. ഈ തടിയൊക്കെ ചുമക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാനാവുകയുള്ളൂ. മണ്ണിനോട് പൊരുതി പണിയെടുക്കുന്ന ഇടുക്കിക്കാർക്ക് മാത്രമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാനാകുകയുള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ റിസ്കി കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ സംഘാടക സമിതി ഒഴികെ ബാക്കിയുള്ള ആളുകളെല്ലാം ഈ റോഡിന്റെ 2 ഭാഗങ്ങളിലേക്കായി മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ കയ്യിൽ നിന്നും എങ്ങാനും നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ തടി വീണിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു വിനീത, 5 കിലോ അരി ഞാൻ തോളിൽ വെച്ച് ചുമക്കുന്നത് തന്നെ കഷ്ടിയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ 180 കിലോ ഉള്ള തടിയൊക്കെ ചുമക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. സാധ്യമാക്കുന്ന ആളുകളാണ്. മത്സരത്തിലേക്ക് പോകാം. എത്ര പേർ മത്സരിക്കാനുണ്ട് രാഹുൽ? വിനീത, 9 പേരാണ് മത്സരിക്കാനായി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാം. ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ ഈ റോഡിന്റെ 2 സൈഡുകളിലായി ഈ മത്സരം വീക്ഷിക്കാനായി എത്തിയിരിക്കുകയാണ്. ഇവരെല്ലാം ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ക്യാമറ ഇടത്തെ ഭാഗത്തേക്ക് ഒന്ന് പാൻ ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന മനോഹരമായ സ്ഥലമാണ് പടുക എന്ന് പറയുന്നത്. ഈ കാണുന്ന പടുകയിലാണ് തുടർച്ചയായ 2ാം വർഷവും റിപ്പോർട്ടർ ടിവിയും കിഴക്കേ മാട്ടുകെട്ടയിലെ ജനകീയ കൂട്ടായ്മയും ചേർന്നുകൊണ്ട് മത്സരം ആഘോഷം അടിപൊളിയാകട്ടെ. ഇടുക്കിയുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇടുക്കിയിൽ എങ്ങോട്ട് തിരിച്ചു വെച്ചാലും അവിടെ ഗംഭീര ഫ്രെയിം ആയിരിക്കും. അപ്പൊ നമ്മുടെ രാഹുൽ സുരേഷിന്റെ കുപ്പായം കൊള്ളാം. രാഹുൽ തന്നെ ഒരു വൈബാണ്. പക്ഷെ തടി എടുത്തുകൊണ്ടുള്ള ഭാരം പിടിച്ച പണികൾക്കൊന്നും ഇല്ല. നമുക്ക് നോക്കൂ. ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് പോയി. 9 പേരാണ് അത്രയും മത്സരിക്കാൻ വരുന്നത്. അസാമാന്യമായ കരുത്ത് വേണം. കൂടുതൽ ദൂരം പിന്നിടുന്ന ആളാണ് വിജയ്. 1-2 കിലോയല്ല, 180 കിലോയാണ്. രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ഒരു 5 കിലോ അരി പൊക്കി നടക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. അപ്പോഴാണ്